180 ക്വസ്റ്റ്യൻസ് വെറും 180 ക്വസ്റ്റ്യൻസ് അല്ല. ഈ 3 മണിക്കൂറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് 180 പേഷ്യൻസിനെ പോലെ കൺസിഡർ ചെയ്യുക. അന്ന് ഞാൻ വർക്ക് ചെയ്തില്ലല്ലോ, അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നീറ്റ് കിട്ടിയേനെ, എനിക്ക് ഇന്ന് MBBS കിട്ടിയേനെ എന്നുള്ളൊരു ഫീൽ ഒരിക്കലും കൊണ്ടുവരുത്തരുത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. തീരെ മാർക്കില്ലാതായി അപ്പം തന്നെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എല്ലാവർക്കും വിവരമുണ്ടോ, പഠിച്ച ആൾക്കാർക്ക് ഫുൾ നോളേജ് അറിയോ, എല്ലാ കാര്യങ്ങളും അറിയോ എന്നുള്ളതല്ല. ഹലോ, വെൽക്കം ടു നീറ്റ് ടോക്ക് സീരീസ്. ഈ സീരീസിൽ നമ്മൾ ബേസിക് ആയിട്ട് നീറ്റിൻ്റെ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷനും നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ നല്ല രീതിയിൽ റിവിഷൻ കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷെ ഒരു നീറ്റ് ആസ്പിരൻറ്റിന് കൺസിസ്റ്റൻ്റായി ഗിവ് അപ്പ് ചെയ്യാതെ ഇത്രയും ദിവസം നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ കാണണമെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ പിടിച്ചു നിൽക്കണം. കുറേ പേര് എന്നോട് എൻ്റെ വീഡിയോസിലൊക്കെ എത്രയാണ് എൻ്റെ സ്കോർ എന്നൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കോർ 650 ആയിരുന്നു 2022. 2022 നീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. അതുമല്ല, ഞാൻ റിപ്പീറ്റും കഴിഞ്ഞതിന് ശേഷമാണ് MBBS ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ചാൻസലറിനാണോ കയറിയിട്ടുണ്ടായിരുന്നത്. അല്ല. ആൻഡ് എൻ്റെ മാർക്കിൻ്റെ ഒരു ഇൻക്രീസ് ഒക്കെ പറയുകയാണെങ്കിൽ 454 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്ക് ഉണ്ടായിരുന്നത്. അത് മാറി 555 ആയി. അതും കഴിഞ്ഞ് 650 എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എൻ്റെ റിപ്പീറ്റിൻ്റെ ടൈമിലും റിപ്പീറ്റിൻ്റെ ടൈമിലും ഞാൻ കൊണ്ടുവന്ന ചേഞ്ചസ്, എന്തുകൊണ്ടാണ് എൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളതൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ സ്കോറൊന്നും ഇമ്പ്രൂവ് ആവുന്നില്ല, ഇപ്പോഴും 400 റേഞ്ചിലൊക്കെയാണ് സ്റ്റക്കായി കിടക്കുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നീറ്റിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെയെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നീറ്റ് എങ്ങനെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എത്ര കുട്ടികൾ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ആ കോമ്പറ്റീഷൻ എങ്ങനെയാണെന്നൊന്നും അറിയുന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു 400 റേഞ്ച്, അത് ഞാൻ വെറും ബയോളജി പഠിച്ചിട്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ബയോളജി ഒരു ആഴ്ച ഇരുന്നു, അത് കാണാതെ പഠിച്ചു, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോയതിന് ശേഷമാണ് എനിക്ക് 454 എന്നുള്ളൊരു സ്കോർ കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റിന് പോകുന്ന സമയത്ത് അവിടെ എത്തിയിട്ട് റിപ്പീറ്റഡ് സ്റ്റുഡൻസിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായി എല്ലാവരും ഒരു 10-12 മണിക്കൂറാണ് ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. അതും ഞാൻ ഓൺലൈനാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ശരിക്കും ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. ഇത്ര മണിക്കൂറൊന്നും ഞാൻ പഠിക്കുന്നില്ലല്ലോ, ഞാൻ കുറച്ച് നേരമല്ലേ ഇരിക്കുന്നുള്ളത്. പക്ഷെ അതെൻ്റെ സ്കോറിലും കാണാനുണ്ടായിരുന്നു. ഞാനൊരു ദിവസം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അത്ര പഠിക്കൂല. അപ്പം എന്നെ ഇത്ര നല്ല സ്കോർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാം ആകുമ്പോഴേക്കും ആ സ്കോർ ഡിക്ലൈൻ ആവാ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി, ഞാൻ അവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ തീരെ പഠിക്കുന്നുണ്ടായില്ല, തീരെ ടൈം ഞാൻ സ്റ്റഡീസിന് കൊടുക്കുന്നുണ്ടായില്ല എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ തിയറി കോൺസെപ്റ്റ്സിലാണ് ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നുണ്ടായില്ല. എൻ്റെ ഒരു രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കാണാതെ പഠിക്കുക, എല്ലാം കാണാതെ പഠിക്കുക, കെമിസ്ട്രി ഒക്കെ കാണാതെ പഠിക്കുക, ബയോളജി കാണാതെ പഠിക്കുക, ഫിസിക്സും ഈവൻ ഞാൻ ഓപ്ഷൻസ് വരെ കാണാതെ പഠിച്ചിട്ട് പോയി എഴുതിയ എക്സാംസ് ഉണ്ട്. അതെന്താ വെച്ചാൽ ആ എക്സാമിന് എനിക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷെ ക്യൂമുലേറ്റീവ് ഒക്കെ എഴുതുന്ന സമയത്ത് തീരെ സ്കോർ ഉണ്ടായില്ല. കാരണം ഞാൻ കാണാതെ പഠിച്ച സാധനങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്നൊന്നും മനസ്സിലാക്കി പഠിക്കാതെ വെറും എന്തൊക്കെയാണോ അതിലുള്ള ഇക്വേഷൻസ് ചാപ്റ്റേഴ്സ് മാത്രം ജസ്റ്റ് കാണാതെ പഠിക്കും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കാണാതെ പഠിച്ചിട്ട് അങ്ങനെ തന്നെ പോയി എക്സാംസ് അറ്റൻഡ് ചെയ്യും. ഈ സമയത്ത് ആ എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷേ പിന്നെ അടുത്ത എക്സാം വരുമ്പോഴും കുറേ ചാപ്റ്റേഴ്സ് വരുന്ന എക്സാം ഒക്കെ ആവുന്ന സമയത്ത് എനിക്ക് തീരെ മാർക്കില്ലാതായി. അപ്പം തന്നെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. മൂന്നാമതൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മടിയായിരുന്നു, നല്ല മടിയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഫുള്ള് ബ്രേക്ക് ആയിരിക്കും. ഞാൻ കുറേ നേരം കിടന്നുറങ്ങും, കുറേ നേരം സീരീസ് കാണും, അങ്ങനത്തെ രീതിയിലായിരുന്നു. പിന്നെ കൊറോണൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഫുള്ളി ഓൺലൈൻ ആയപ്പം ഡിസ്ട്രാക്ഷൻസ് വളരെ കൂടുതൽ വരുന്നു. സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് ആയി കഴിഞ്ഞാലും ഈ മൂവീസ് ആണെങ്കിലും ഡ്രാമാസ് ഒക്കെ ആണെങ്കിലും അതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ചെയ്ത വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും റിവിഷൻ ഒന്നും നടത്തിയിട്ടില്ല. കാരണം എന്തെല്ലാം കാണാതെ പഠിച്ചിട്ടാണ് പോണത്. എനിക്ക് കോൺസെപ്റ്റ്സ് അറിയില്ല, ഇക്വേഷൻസ് മര്യാദയ്ക്ക് അറിയില്ല. എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നിരുന്നത്. അവസാനം എക്സാം ആയ സമയത്ത് എനിക്ക് തലേന്നൊന്നും ഇത് മൊത്തം കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഷോർട്ട് നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. കാണാതെ പഠിച്ച കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ആ എക്സാം പോയി എഴുതിയ സമയത്ത് പോലും ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്, ഈ വർഷം എനിക്ക് എന്തായാലും നീറ്റ് കിട്ടണം എന്നൊക്കെയുള്ളത്. നമുക്ക് എപ്പോഴും സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോഴുള്ള മാർക്കിനേക്കാളും ഒരു 100-150 മാർക്ക് കൂടി കഴിഞ്ഞാൽ എനിക്ക് നീറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ. അങ്ങനെ അവിടെ പോയി എക്സാം എഴുതുന്ന സമയത്തൊന്നും എനിക്ക് മാർക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ഇത് കിട്ടുന്നില്ലല്ലോ, ഇതിൻ്റെ ആൻസർ ഇതന്നാണോ എന്ന് ഫുള്ള് കൺഫ്യൂഷൻ അടിച്ച് ഡൗട്ട് അടിച്ചു. അങ്ങനെ എനിക്ക് കോൺസെപ്റ്റ്സ് ഒന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തു. ബയോളജി കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു. കെമിസ്ട്രി എനിക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ഫിസിക്സ് എത്തിയ സമയത്ത് ഞാൻ പെട്ടു.
കാരണം ഫിസിക്സ് എത്തിയപ്പോൾ ഞാൻ പഠിച്ച ഇക്വേഷൻസും ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ട്, പക്ഷെ അത് ആ ടൈമിനുള്ളിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ടൈം മാനേജ് ചെയ്തിട്ടൊന്നുമില്ല അത്രയും കാലം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആ എക്സാമിന് എനിക്ക് 555 ആണ് സ്കോർ ഉണ്ടായിരുന്നത്. എനിക്ക് ഡൗട്ട് അടിച്ചു BDSന് പോകണോ അത് MBBS തന്നെ കയറണം എന്നുള്ളത്. പക്ഷെ ഞാൻ വീണ്ടും MBBS തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഈ റിപ്പീറ്റിന് ഫേസ് പറഞ്ഞാൽ എനിക്ക് ആ 500 റേഞ്ചാണ് മാർക്ക് വരുന്നത് കേട്ടോ. അതിൽ ഞാൻ എഫേർട്ട് ഇട്ടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ടൈം വെച്ച് ഒരിക്കലും ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ എല്ലാം കാണാതെ പഠിച്ചാൽ പോയി. അപ്പോൾ ആ കാണാതെ പഠിച്ചു പോയ സ്കില്ലിൽ, ബൈ ഹാർട്ടായി പഠിച്ചു പോയ സ്കില്ലിലാണ് ഞാൻ ആ 500 റേഞ്ചിൽ മാർക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് റിപ്പീറ്റിന് പോയ സമയത്താണ് ശരിക്ക് ഒരു നീറ്റ് ആസ്പിരൻറ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു നീറ്റിന് പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങിയത്. ബാക്കിയുള്ള ആൾക്കാരെ ഷെഡ്യൂൾ അങ്ങനെ തന്നെ ഞാൻ എടുത്തതല്ല, അവരെ സ്ട്രാറ്റജീസ് ഞാൻ കോപ്പി ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ഒരു ഷെഡ്യൂളിലേക്ക് ഞാൻ എങ്ങനെയൊക്കെയാണ് മാറ്റിയെടുത്തത്, മീൻസ് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയി സെൽഫായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെടുത്തിട്ടാണ് ഒരു 650 എന്നുള്ള സ്കോറിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ടായത്. ഒരു റിപ്പീറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ 2 വർഷം വേസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും എന്നോട് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, 2 വർഷമായില്ല ഇനിയും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് പോയ സമയത്ത് ഞാൻ എൻ്റെ ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നോക്കി. മെയിനായിട്ട് മാറ്റിയ 2 ഹാബിറ്റുകളാണ്. ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ഇന്ന് പഠിക്കുക. എൻ്റെ ഒരു ഇതിലെങ്ങനെ രാത്രി ഫുള്ള് കുറേ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും, എന്നിട്ട് രാവിലെ ഉച്ചവരെ കിടന്നുറങ്ങാന്നുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിൽ അത്രയും കാലം ഉണ്ടായിരുന്നത്. അവിടെ എത്തിയ സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു റിപ്പീറ്റിൻ്റെ സമയത്ത്. ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ എൻ്റെ ഒരു ഹാബിറ്റ് ഞാൻ മാറ്റി രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങി. രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ കിടന്നുറങ്ങും, രാവിലെ ഒരു 5-5:30 ആകുമ്പോഴേക്ക് സ്റ്റഡി ഹാളിൽ എത്തുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തു. അവിടെ എത്തിയ സമയത്ത് എനിക്ക് ശരിക്ക് ഫസ്റ്റ് ഫിസിക്സ് ആയിരുന്നു എൻ്റെ വീക്കസ്റ്റ് പോയിന്റ്. ഞാൻ +2 മാത്സ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് ഫിസിക്സാണ്. ഫിസിക്സ് എന്ത് ചെയ്തു, അതിൽ ഷോർട്ട് നോട്ട്സ് എഴുതി അത് വീണ്ടും റിവൈസ് ചെയ്യാൻ തുടങ്ങി, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഈ 5:30 എന്നുള്ള ടൈം, ആ ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റുള്ള ഫ്രഷ് ആയിട്ടുള്ള ടൈമാണ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തെടുക്കും. ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഏതൊക്കെയാണോ എൻ്റെ വീക്ക് ചാപ്റ്റേഴ്സ് സ്ട്രോങ് ചാപ്റ്റേഴ്സ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിൽ കുറേ ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഉച്ചയാവുന്ന സമയത്തൊക്കെയാണ് ഞാൻ കെമിസ്ട്രിക്ക് കൊടുത്തിരുന്നത്. കെമിസ്ട്രി ആ സമയത്ത് കുറച്ച് നേരം വായിക്കും, ബാക്കിയുള്ളത് ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഉറക്ക് വരുന്ന സമയത്ത് ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യും, രാത്രി ആവുന്ന സമയത്ത് വീണ്ടും കെമിസ്ട്രി നോക്കും. അപ്പോൾ ഫിസിക്സിനുള്ള ഫുൾ ടൈം ഞാൻ കൊടുത്തിരുന്നത് രാവിലെയാണ്. അതെൻ്റെ സ്കോറിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് കൊണ്ടുവരുന്നത്. കാരണം എനിക്ക് ഫസ്റ്റ് ഒരു 500 റേഞ്ചിലാണ് സ്കോർ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ എന്നാണോ എൻ്റെ ഹാബിറ്റ് മാറ്റിയത്, രാവിലെ എണീറ്റിട്ട് പഠിക്കാൻ തുടങ്ങിയത്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്, അന്ന് മുതൽ 600 ബോർഡറിലേക്ക് എൻ്റെ മാർക്ക് എത്തി. അല്ലാതെ ഒറ്റയടിക്ക് എനിക്ക് 650 അല്ല എത്തിയത്. കുഞ്ഞു സ്റ്റെപ്സ് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ മാർക്ക് കയറിയത്. 600-ലെത്തും, ചിലപ്പോൾ നെക്സ്റ്റ് എക്സാമിന് ഒരു 590-580 റേഞ്ചിലാവും, ചിലപ്പോൾ അതിന് തന്നെ അടുത്ത എക്സാമിന് വീണ്ടും 600 റേഞ്ചിലെത്തും. അങ്ങനെ ഓരോ സമയത്തും ഞാൻ ഓരോ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചേഞ്ചസ് കാരണം എൻ്റെ സ്കോറും ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. ഈ മാർക്ക് കൂടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് പഠിച്ചപ്പോൾ മാർക്ക് കൂടിയാണെന്ന്. അങ്ങനെയല്ല, കുത്തിരുന്ന് പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ടൈം മാനേജ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ എക്സാംസിന് മാർക്കൊക്കെ കൂടിയിട്ടുള്ളത്. അങ്ങനെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമിന് നന്നായിട്ട് മാർക്ക് കൂടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളെല്ലാവരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എക്സാം ആവുന്ന സമയത്ത് മാർക്ക് കുറയുമ്പോൾ സാഡ് ആയിട്ടുണ്ടാവും അല്ലേ, നല്ല ഡിപ്രസ്ഡ് ഫേസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അതൊന്നുമല്ല ഡിപ്രഷൻ. പക്ഷെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും, ഓക്കെ മാർക്ക് കുറഞ്ഞല്ലോ, ഞാൻ ഇത്ര പഠിച്ചിട്ട് മാർക്ക് കയറുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ആ ഒരു സംഭവം നമ്മുടെ നെക്സ്റ്റ് എക്സാമിലേക്ക്, അടുത്ത എക്സാമിലേക്ക് എഫക്റ്റ് ആവാതെ വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആദ്യം കിട്ടിയ മാർക്കിനേക്കാളും കൂടുതൽ ആ 3rd എക്സാമിന് കിട്ടും. കാരണം നമ്മൾ ഒരു റിവെഞ്ച് ഫേസ് ആവും, നമുക്ക് ഓക്കെ എന്തായാലും മാർക്ക് വാങ്ങണം, മാർക്ക് വാങ്ങിയേ പറ്റും എന്നുള്ളൊരു വാശിയോടെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, ആ 3rd എക്സാമിലേക്ക് കുറച്ചും കൂടെ മാർക്ക് കൂടും. ആ രീതിയിലേക്ക് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ മാറാൻ തുടങ്ങി. ഫസ്റ്റൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഫസ്റ്റൊക്കെ ഞാനും മാർക്ക് കുറഞ്ഞ സമയത്ത് ഭയങ്കര ഡിപ്രഷൻ പോലെ ആയിരുന്നു. പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിലൊന്നല്ല കാര്യം. നമ്മുടെ ഫൈനൽ എക്സാമിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുക, നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്കിൽ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ, എക്സാം, ഈ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ വെറും ഒരു കോമ്പറ്റേറ്റീവ് സ്ക്രീനിങ് എക്സാമാണ്. അല്ലാതെ നമ്മളെല്ലാം പഠിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫുള്ള് പഠിച്ച് അതിലുള്ള എല്ലാവർക്കും വിവരമുണ്ടോ, പഠിച്ച ആൾക്കാർക്ക് ഫുൾ നോളേജ് അറിയോ, എല്ലാ കാര്യങ്ങളും അറിയോ എന്നുള്ളതല്ല. നമ്മൾ ഡിഗ്രി ഒന്നല്ലല്ലോ പഠിക്കുന്നത്. ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു +2 സ്റ്റുഡൻറ്റിൻ്റെ ലെവലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിലുള്ള പ്രത്യേക എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ടൈം വെച്ചിട്ടാണ് എക്സാം. ഇപ്പം എല്ലാവർക്കും നമുക്കൊരു MBBS സീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സീറ്റ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല.
അപ്പോൾ അതിൽ നിന്ന് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ 180 ക്വസ്റ്റ്യൻസിൽ ആർക്കൊക്കെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. അല്ലാതെ ഫിസിക്സോ കെമിസ്ട്രിയോ നമുക്ക് MBBS കയറി കഴിഞ്ഞാൽ ഈ 3rd ഇയർ ആവുന്നവരെ എനിക്ക് എവിടെയും യൂസ് ആയിട്ടില്ല. എനിക്കിപ്പോൾ കാൽക്കുലേഷൻ വരെ ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യില്ല. പക്ഷേ ആ സമയത്ത് കട്ടിങ് മെത്തേഡും സ്പീഡായിട്ട് ഭയങ്കര സ്പീഡിലാണ് ഞാൻ കാൽക്കുലേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മാത്സ് പോലും എടുത്തിട്ടുണ്ടായില്ല +2. ഈവൻ മാത്സ് എടുക്കാനായിട്ട് പോലും ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് 1 മിനിറ്റിനുള്ളിൽ ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളൊരു 45 ദിവസം നിങ്ങൾക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. അത് നിങ്ങൾ വേസ്റ്റ് ആക്കാൻ നിൽക്കരുത്. ആരെങ്കിലും നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അയ്യോ എനിക്ക് അറിയില്ല, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല എന്നുള്ളൊരു ഫീലല്ല നിങ്ങൾ വരുത്തിയെടുക്കേണ്ടത്. ശരിക്കും ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ആവാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് ശരിക്കും പറയുക, അവരോട് പറയുക. എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പ് കോൺഫിഡൻസ് ആണ്. നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ, നമുക്കൊരു ഡോക്ടർ ആവാൻ തോന്നുള്ളൂ, അതിനുള്ളൊരു സ്കില്ല് നമുക്ക് ഉണ്ട് എന്നുള്ളത് തോന്നുള്ളൂ. എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു കാര്യം നേടിയെടുക്കില്ല. അപ്പോൾ ആദ്യം നിങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഡോക്ടർ ആവാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യുമോ, ആരെങ്കിലും വന്ന് ചോദിക്കുക ഇപ്രാവശ്യം നീറ്റ് ക്രാക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം യെസ് ഞാൻ ക്രാക്ക് ചെയ്യും, അത് ഞാൻ പഠിക്കുന്നുണ്ട്, അത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതെനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ 180 ക്വസ്റ്റ്യൻസ് വെറും 180 ക്വസ്റ്റ്യൻസ് അല്ല. ഈ 3 മണിക്കൂറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് 180 പേഷ്യൻസിനെ പോലെ കൺസിഡർ ചെയ്യുക. 150 പേഷ്യൻസ് നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവരുടെ ഓരോരുത്തരുടെ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്ത് വിടാൻ പറ്റണം. ഒരു 180 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, കുറച്ച് ടഫാണ്. പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കുറച്ച് ടഫാണ്, കിട്ടുന്നില്ല, നിങ്ങൾ അത് ലീവ് ചെയ്തു, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയി. തേർഡ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്, നിങ്ങൾ വേഗം അത് ചെയ്തു. ഇതൊരു പേഷ്യൻറ്റിൻ്റെ കേസായിട്ട് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാളെ അസുഖം നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല, അയാളെ ഇൻവെസ്റ്റിഗേഷൻസിന് വിട്ടു. സെക്കൻഡ് പേഷ്യൻറ്റ് വന്നപ്പോൾ ഇതേ പ്രശ്നം, നിങ്ങൾ അയാളെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റിഗേഷൻ വിട്ടു. പക്ഷേ തേർഡ് പേഷ്യൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് അസുഖം എന്താണെന്ന് മനസ്സിലായി, അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് എഴുതി കൊടുത്തു. പക്ഷേ ഈ തേർഡ് പേഷ്യൻറ്റ് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ആദ്യത്തെ രണ്ടാമത്തെ പേഷ്യൻറ്റിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് വെച്ചാൽ തേർഡ് പേഷ്യൻറ്റിന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിന് അത് കുറയ്ക്കുക ചെയ്യുക, ആ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഈ 150 ക്വസ്റ്റ്യൻസിനും കാണേണ്ടത്. 1-2 ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല എന്ന് വരിച്ച് 3-ാമത്തെ 4-ാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വരില്ല, അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്യും വേണം. 4-ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും ആദ്യത്തെ 2-ാമത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമും കൂടെയാണ് പോവുക. പിന്നെ ആ ക്വസ്റ്റ്യനും കിട്ടില്ല, ഈ ക്വസ്റ്റ്യനും കിട്ടില്ല, അവസാനം മൊത്തത്തിൽ എക്സാം ഹാളിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക 150 പേഷ്യൻസിനെ നോക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ തന്നെ തീരുമാനിക്കുക എനിക്കൊരു ഡോക്ടർ ആവാനുള്ളൊരു കഴിവുണ്ട്, എനിക്ക് പേഷ്യൻസിനോട് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്, എനിക്കൊരു ചാരിറ്റി സർവീസിൽ വർക്ക് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, പാലിയേറ്റീവ് കെയറിൽ പോകാനുള്ളൊരു കഴിവുണ്ട്, ഡോക്ടേഴ്സിനോടും പേഷ്യൻസിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ല് എനിക്കുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യും, നിങ്ങൾ എന്തായാലും നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കും. ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരണം. വേറൊരാൾ പിയർ പ്രഷർ കാരണോ പേരൻസിൻ്റെ ഒരു പ്രഷർ കാരണോ പഠിച്ചിട്ട് കാര്യമല്ല. സ്വന്തം ഉള്ളിൽ നിന്ന് തോന്നുകയാണ് എനിക്കിതിനൊക്കെ സാധിക്കും, അല്ല ഇതൊക്കെ എനിക്ക് തന്നെ വേണം എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ കഴിയും. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കിയ ഷെഡ്യൂൾ എപ്പോഴും തീർക്കാൻ വേണ്ടിയാണ് നോക്കേണ്ടത്. മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഒക്കെ വളരെ സാധാരണമാണ്. ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അസുഖങ്ങളും കൂടുതലായിരിക്കും, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളരെ ഡൗൺ ആയിരിക്കും. നിങ്ങൾക്ക് കുഞ്ഞു അസുഖങ്ങൾ വരുമ്പോൾ തന്നെ അയ്യോ എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നും. അതൊക്കെ നിങ്ങളുടെ ആ മൈൻഡിൻ്റെ ഒരു കളികളാണ്. അത് നിങ്ങളെപ്പോഴും മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗേൾസ് ആവുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് വളരെ കൂടുതലായിരിക്കും. അതിനൊക്കെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ ഓരോ വഴികൾ കണ്ടുപിടിക്കുക. വേറൊരാൾ വന്ന് നിങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്യില്ല ഒരിക്കലും. നിങ്ങൾ എപ്പോഴാണോ സ്വന്തമായിട്ട് പഠിക്കാൻ തീരുമാനിക്കുന്നത്, സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്, സ്വന്തമായിട്ട് റിവിഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ സർവൈവ് ചെയ്യുള്ളൂ. നമ്മൾ നീറ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ MBBS വന്നു കഴിഞ്ഞാലും ഒരിക്കലും ഒരു ടീച്ചർ നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്ത് പഠിപ്പിക്കാൻ പോകുന്നില്ല. നമ്മൾ സ്വന്തം കണ്ടുപിടിക്കണം, PDF കണ്ടുപിടിക്കണം, PPTs കണ്ടുപിടിക്കണം, സെമിനാർ എടുത്ത ടോപ്പിക്സ് കണ്ടുപിടിക്കണം, നമ്മൾ തന്നെ നോട്ട്സ് എഴുതി ഉണ്ടാക്കണം, നമ്മൾ തന്നെ പഠിക്കണം. എന്നാലേ നമുക്ക് MBBS എക്സാംസും കോപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ ആ ശീലം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് കഴിഞ്ഞ് MBBS വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതല്ല വലിയൊരു സംഭവം. അല്ലെങ്കിൽ MBBS ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ലൈഫിലൊരു വലിയ കാര്യം സംഭവിച്ചെന്നൊന്നുമല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവല്ലോ. നമ്മൾ പണ്ട് മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുമ്പം നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുമ്പം നമുക്കുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അത് മാത്രമാണിത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കരിയറിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് കരിയർ ചൂസ് ചെയ്യും.
പക്ഷെ ഇതാണ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്, അല്ല ഇതിൽ നിന്നാണ് നിങ്ങൾ എക്സൽ ചെയ്യാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നീറ്റിന് നന്നായിട്ട് പഠിക്കുക. ആ സമയത്ത് മടി ഉണ്ടാക്കിയിട്ട് പഠിക്കാതെ ഉറങ്ങി റിവൈസ് ചെയ്യാതെ നടന്നിട്ടൊരു കാര്യമില്ല. ഈ സമയം യൂസ്ഫുൾ ആയിട്ട് എടുക്കുക. ഈ സമയം നന്നായിട്ട് യൂസ് ചെയ്യുക. ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ സമയത്ത് മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാകുമ്പം ആ ഒരു ദിവസം മാത്രം റെസ്റ്റ് എടുത്തിട്ട് രണ്ടാമത്തെ ദിവസം വീണ്ടും ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ റിഗ്രറ്റ് അടിക്കരുത്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, നിങ്ങളുടെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ ഭാവിയിൽ MBBS കയറുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കരുത് അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവരെ കൂടെ പോകായിരുന്നു, പഠിക്കാത്തതുകൊണ്ടല്ല ഞാൻ ഇവിടെ എത്തിയെന്നുള്ളൊരു ഫീൽ ഒരിക്കലും വരുത്തരുത്. ആ ഒരു ഗിൽട്ട് ഫീലിംഗ് അല്ലെങ്കിൽ റിഗ്രറ്റ് ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉള്ള സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. 45 ദിവസമാണ് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താനുള്ള സമയം. ഈ 45 ഡേയ്സ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ഡ്രീം ചെയ്ത ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 ദിവസം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇനിയൊരു 45 ദിവസം നിങ്ങൾ മടി പിടിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മാർക്കൊക്കെ ഉണ്ട്, ഇനിയിപ്പം പഠിക്കണോ എന്നുള്ളൊരു ഫീലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം ഇട്ട എഫേർട്ട് പോലും റിസൾട്ട് ഇല്ലാതായി പോകും. നിങ്ങളുടെ പേരൻസിന് വേണ്ടി പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക, പറ്റാവുന്നത്ര മാക്സിമം മാർക്ക് വാങ്ങിക്കുക, ഇനിയുള്ള ദിവസം മടി പിടിച്ചിരിക്കാതിരിക്കുക. ഓക്കെ, ബൈ.